ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് ഒക്കെ പങ്കുവെക്കാനുമായി ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Good morning, Anla. Morning, viewers. സർ, അതുപോലെ യുഎസ് വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. യുഎസ് വിപണിയിലേക്ക് ഒരു വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഇടിവോട് കൂടി വ്യാപാരം അവസാനിപ്പിച്ച പ്രധാന സൂചികകളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ചത്തെ കേസ് മാത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോണിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ പ്രധാനപ്പെട്ട സൂചികൾക്കെല്ലാം സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.8% നേട്ടത്തോടെ 38,904.04 എന്ന നിലവാരവും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 1.24% നേട്ടത്തോടെ 16,248.52 ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ S&Pക്കും 500-നും 1.11% നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഉയർന്ന ജോബ്ലെസ് ക്ലെയിം ഡേറ്റയുടെ ഒക്കെ ഒരു പിൻബലത്തിലാണ്, ഡേറ്റയുടെ പിൻബലത്തിൽ തന്നെയായിരുന്നു വെള്ളിയാഴ്ച വിപണിയിൽ കണ്ട ഒരു മുന്നേറ്റം. ഇന്നത്തെ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരാഴ്ച സർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് ടൈം ട്രെൻഡിനുള്ള സാധ്യതയുണ്ടെന്ന്, ആ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡിൽ ഒരു പ്രോബ്ലം കാണുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമ്മൾ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. ആൻഡ് നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ 38,400 പോയിന്റ്. ഡൗ ജോൺസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമുക്ക് ഈ ആഴ്ച ശക്തമായിട്ടൊരു ബൈയിങ് സിഗ്നൽ ലഭിക്കണമെങ്കിൽ 39,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ബ്രേക്ക് ചെയ്യണം. നാസ്ഡാക്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലും സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്, with a little bit of a bearish bias. And നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 17,700 പോയിന്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 18,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് ഒരു ബുള്ളി ട്രെൻഡിൽ തുടരുന്ന കമ്മോഡിറ്റീസിനാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ക്രൂഡിലേക്കൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ $90 മുകളിലേക്ക് ഉയരുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വ്യാപാരത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് WTI ക്രൂഡിലും അതിനോടൊപ്പം തന്നെ ബ്രെന്റ് ക്രൂഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിൽ 1.5% ഇടിവിൽ 89.77 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 1.5% ഇടിവിൽ 85.66 എന്ന നിലവാരത്തിലുമാണ്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10-12 സെഷൻസ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നേട്ടമായിരുന്നു കണ്ടത്. ആൻഡ് അത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് തന്നെയായിരുന്നു ക്രൂഡിൽ നമുക്ക് മുന്നേറ്റം കാണാൻ സാധിച്ചത്. നാച്ചുറലി ക്രൂഡിന്റെ കേസിൽ അത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എത്തിയിരുന്നു. നാച്ചുറലി ക്രൂഡിന്റെ കേസിൽ ആദ്യത്തെ 2-3 ദിവസം ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ WTI ക്രൂഡിന്റെ കേസിൽ $86 നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 80-84 റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് ബൈങ് അവസരമായി മാറും. സർ, അതിനോടൊപ്പം തന്നെ സ്വർണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്വർണ്ണവിലയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ 0.8% നേട്ടത്തിൽ ട്രോയ് ഔൺസിന് 2,363.75 എന്നൊരു നിലവാരത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് വീണ്ടും കുതിക്കുന്ന സ്വർണ്ണവിലയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്വർണ്ണ അതിന്റെ ഒരു വളരെ മേജർ റെസിസ്റ്റൻസ് ആയ $2,355 വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് $2,285 ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ
ഷോർട്ട് ടേം ട്രെൻഡ് ക്യാൻ ടേൺ ബെയറിഷ്. നൗ $2,355 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 2,380 അതിനെ തുടർന്ന് $2,400 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസസ്. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം 22,500 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിലും 22,537.6 എന്ന നിലവാരവും ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുമ്പോൾ 22,427.6 എന്നതുമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? ഈ ഒരാഴ്ച വീണ്ടും ഒരു റെക്കോർഡ് നില ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അനില, നിഫ്റ്റി 50 ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുക. ഇറ്റ്സ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. കഴിഞ്ഞ ആഴ്ച നമുക്ക് നിഫ്റ്റിയിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു, 22,619. നിഫ്റ്റി 50യുടെ കേസിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ 22,780 അതിനെ തുടർന്ന് 22,800 പോയിന്റിലും ആയിരിക്കണം നെക്സ്റ്റ് 2 മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളി സെറ്റപ്പ് നിഫ്റ്റി ബാങ്കിൽ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്യാപാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 48,493.05 എന്നൊരു നിലവാരത്തിൽ, മികച്ചൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്യാനും നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ 48,557.4 എന്നൊരു ലെവൽ വരെ വെള്ളിയാഴ്ച ഉയരാനും നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ കഴിഞ്ഞ ആഴ്ച നമുക്ക് ബാങ്കിങ് മേഖലയെക്കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ മേജർ ബാങ്ക്സും കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ലൊരു ബിസിനസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ബാങ്കിങ് സെക്ടറിൽ ഈ ആഴ്ച നമുക്ക് ബുള്ളിഷ്നെസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് പൊസിഷൻസ് ബാങ്കിങ് സെക്ടറിലും ബാങ്കിങ് ഇൻഡെക്സിലും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 48,636 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 49,300 പോയിന്റും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും വീണ്ടും ഒരു 400-500 പോയിന്റിന്റെ നേട്ടം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂവിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.97% ഇടിവിൽ 2,890 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈയിൽ രേഖപ്പെടുത്തിയ 3,568 എന്നതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നല്ല തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഇടിവിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ? ഈ ഓഹരിയിൽ സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും. സോ അനില പറഞ്ഞതുപോലെ ഏഷ്യൻ പെയിന്റ്സിൽ ശക്തമായിട്ട് ഒരു കറക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 3-4 മാസത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മൈ എക്സ്പെക്ടേഷൻ ഏഷ്യൻ പെയിന്റ്സിന്റെ ബോട്ടമിങ് ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഈ ആഴ്ച ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2,930 രൂപ, 2,930 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 100 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അനില ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു പെയിന്റിംഗ് സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഈ ആഴ്ച ഇരിക്കേണ്ടത് അക്സോ നൊബേൽ. അക്സോ നൊബേലിന്റെ കേസ് നമുക്കൊരു ബോട്ടമിംഗ് ഔട്ട് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2,485 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 150 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സാറിനോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ മേഖലയിൽ നിന്നുള്ള ബജാജ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 1.25% ഇടിവിൽ 7,189.65 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ 8,192 എന്നതുമായിരുന്നു. എന്നാൽ മാർച്ച് പകുതിയോടുകൂടി നല്ല വീണ്ടും ഒരു ബുള്ളിഷ് സെറ്റപ്പ് അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്?
ബജാജ് ഫിനാൻസിൽ നമുക്ക് കഴിഞ്ഞ 3-4 മാസത്തിനിടെ നല്ലൊരു കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിന് ഒരു ബോട്ടം കാണാൻ സാധിച്ച മാർച്ച് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ നല്ലൊരു നേട്ടമായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയത്. ബട്ട് ലാസ്റ്റ് വീക്ക് വി സോ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ. ആൻഡ് ഈ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ആഴ്ച അവസാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ 7263 രൂപ. 7363 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈ ആഴ്ച ഒരു ലോ റിസ്ക് ബൈങ് അവസരം കിട്ടും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 7130 രൂപ. സ്റ്റോക്കിൽ മുന്നോട്ട് കയറുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ 7400, അതിനെ തുടർന്ന് 7600, അതിനെ തുടർന്ന് 7900 രൂപയുടെ. സർ, അതിനോടൊപ്പം തന്നെ ഹാവൽസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.86% നേട്ടത്തിൽ 1552 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 2 രേഖപ്പെടുത്തി 1531.35 എന്ന നിലവാരവുമാണ്. തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഓഹരിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഹാവൽസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? സോ ഹാവൽസ് ഇന്ത്യ ഓൾസോ ഒരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ അഗെയിൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 1563 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ അടുത്തൊരു മേജർ ടാർഗറ്റ് 1615 രൂപയായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ കൂടി ഒന്ന് പങ്കുവെക്കാമോ? ഓഹരി കഴിഞ്ഞ ദിവസം 1.5% നേട്ടത്തിൽ 1550.05 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം വിലയിരുത്തൽ പൊതുവെ ഒരു പോസിറ്റീവ് ടോണിൽ വ്യാപാരം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? അല്ല, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഫെബ്രുവരി മാസത്തിലായിരുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്ന് തുടങ്ങിയത്. ആ സമയത്ത് ഈ സ്റ്റോക്കിന്റെ വില വെറും 1360, 1375 ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ ഈ സ്റ്റോക്കിൽ ഫോക്കസ് കൊടുത്ത് തുടങ്ങിയത്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ മേജർ ടാർഗറ്റ് 1540 രൂപ വരെ സ്റ്റോക്ക് നമുക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ നേരത്തെ ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. അതിൽ എസ്പെഷ്യലി ഒരു HDFC ബാങ്കിനെ കുറിച്ച് നോക്കുമ്പോഴേക്കും വളരെ നല്ലൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഒരു കറക്ഷൻ, ഒരു പ്രോഫിറ്റ് ടേക്കിംഗിനുള്ള സാധ്യത ഇസ് വെരി വെരി ഹൈ. ബട്ട് ആ ഒരു കറക്ഷൻ കഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് അടുത്തൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നത്. ഒരു 2-3 മാസത്തേക്കുള്ള ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് ഒരു 1670, 1690 രൂപ വരെ നമുക്ക് നേട്ടം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, അതിനൊപ്പം തന്നെ FMCGയിൽ നിന്നുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി ബന്ധപ്പെട്ട സാറിന്റെ റിവ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ടോണിൽ 2266.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ 7 രേഖപ്പെടുത്തിയ 2769.65 എന്ന നിലവാരമാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ട്രെൻഡുകൾ ഒക്കെ തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതുവരെയും ഇതിന്റെ ബോട്ടം ഔട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഈ കറണ്ട് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബിക്കോസ് ദിസ് ഇസ് എ ഡിഫെൻസീവ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ആഴ്ച കാണണമെങ്കിൽ 2305 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 2305 റുപ്പീസിന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 2360, അതിനെ തുടർന്ന് 2420,
ആൻഡ് അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 2485 രൂപ. അതിനോടൊപ്പം തന്നെ LICയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ കൂടി ഒന്ന് പങ്കുവെക്കാമോ? ഓഹരി കഴിഞ്ഞ ഒരാഴ്ച മികച്ച ഒരു പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വീക്കിലി ഗെയിൻ നോക്കുകയാണെങ്കിൽ 2% നേട്ടം നൽകാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 1.5% ഇടിവിൽ 992 രൂപ എന്ന നിലവാരത്തിലാണ്. LICയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ LICയെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടും കുറച്ച് മുൻപ് എൻ്റെ അടുക്ക് HDFC ബാങ്കിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ LICക്ക് HDFC ബാങ്കിന്റെ 9.9% സ്റ്റേക്ക് വരെ വാങ്ങിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഓൾറെഡി LICക്ക് HDFC ബാങ്കിൽ ഓൾമോസ്റ്റ് 5.25% സ്റ്റേക്കാണ് ഉള്ളത്. ആ ഒരു സ്റ്റേക്ക് ഈ കറന്റ് ലെവൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 4% കൂടെ ഷെയർസ് വാങ്ങിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി പോസിറ്റീവ് ഫോർ HDFC ബാങ്ക്. Now LICയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഓൾ ടൈം ഹൈ 1175 രൂപ എത്തിയതിനെ തുടർന്ന് വി ഹവ് സീൻ എ മേജർ കറക്ഷൻ, ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 1027 രൂപയായിരിക്കും. 1027 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 മേജർ ടാർഗറ്റ്സ്, ആദ്യത്തെ 1065 രൂപ, അതിനെ തുടർന്ന് 1100, അതിനെ തുടർന്ന് 1140 രൂപ. ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. സിന്ധു അജിത്ത് എന്ന പ്രേക്ഷക IREDAയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 11% നേട്ടത്തിൽ 176.4 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IREDAയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? സോ IREDA ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്ത് അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ 183 രൂപയ്ക്ക് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ദാറ്റ്സ് എ മേജർ റെസിസ്റ്റൻസ് ലെവൽ. സോ നമ്മൾ അല്പം കെയർഫുൾ ആയിട്ടിരിക്കണം, എസ്പെഷ്യലി നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. ബട്ട് നമ്മളൊരു ലോങ് ടേം വ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് അറൌണ്ട് 215 രൂപ. സോ കണ്ടിന്യൂ ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഒരു ലോങ് ടേമിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. സംഗീത് സന്തോഷ് എന്ന പ്രേക്ഷകൻ KPIT ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 1515 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. KPITയുമായി ബന്ധപ്പെട്ട് സാർ മുന്നോട്ടേക്ക് കാണുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ KPITയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 1565 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ 150 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പൂനാവാല ഫിൻകോർപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുമേഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 0.75% നേട്ടത്തിൽ 497.4 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂനാവാല ഫിൻകോർപ്പുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ പൂനാവാല ഫിൻകോർപ്പിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ട് കാണുന്നു. ആൻഡ് സ്റ്റോക്ക് ഇസ് ഇഞ്ചിങ് ടുവേർഡ്സ് ഓൾ ടൈം ഹൈസ്. ഓൾ ടൈം ഹൈ ഇപ്പോൾ കാണുന്നത് 520 രൂപയിലാണ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ താമസിക്കാതെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്മിത എന്ന പ്രേക്ഷക കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് ടോണിൽ 209.4 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 50 TV ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 5 രേഖപ്പെടുത്തി 219.6 ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ കാസ്ട്രോളിൻ്റെത് ഇറ്റ് ഈസ് ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല.
ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്ലോ മൂവിങ് സ്റ്റോക്ക്. ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കുതിപ്പ് സാധാരണ കാണാറില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു 221 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 18 മുതൽ 30 രൂപയുടെ നേട്ടം ഷോർട്ട് ടു മീഡിയം ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സന്തോഷ് പി ചീര എന്ന പ്രേക്ഷകൻ കിർലോസ്കർ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.19% ഇടിവിൽ 1161 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 11 രേഖപ്പെടുത്തിയ 1240.9 ആണ്. കിർലോസ്കർ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? So Kirloskar Brothers long and short term trend bullish ആയി തന്നെ തുടരുന്നു. ബട്ട് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോഴേക്കും 1240 രൂപയിലാണ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു റെസിസ്റ്റൻസ് 1240 റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, മറ്റൊരു പ്രേക്ഷകനായ സജി ചോദിച്ചിരിക്കുന്നത് കോഫി ഡേ എന്റർപ്രൈസസുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം 2.5% നേട്ടത്തിൽ 62.65 എന്നൊരു നിലവാരത്തിലായിരുന്നു. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 16 രേഖപ്പെടുത്തിയ 74.25 ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? കോഫി ഡേ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തേണ്ടത്. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഈ സ്റ്റോക്കിന് 48 രൂപയ്ക്ക് അടുത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 55 രൂപയായിരിക്കും. ആ ഒരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ രാജേഷ് ചോദിച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം 1.18% ഇടിവിൽ 1123.9 എന്ന നിലവാരത്തിലാണ്. വിപണിയിലേക്ക് എത്തിയിട്ട് അധിക കാലമായില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ഓൺ ടാറ്റ ടെക്നോളജീസ്. പേഴ്സണലി എനിക്കൊരു പൊസിഷൻ ടാറ്റ ടെക്നോളജീസിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടാറ്റ ടെക്നോളജീൻ്റെ വ്യൂ നൽകുന്നതിന് മുൻപ് വൺ മോർ ഡിസ്ക്ലോഷർ, എനിക്ക് HDFC ബാങ്കിലും LICയിലും ലോങ് പൊസിഷൻസ് ഉണ്ട്. നൗ ടാറ്റ ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ ടെക്നോളജി കഴിഞ്ഞ മാർച്ച് മാസം അവസാനത്തോടു കൂടിയായിരുന്നു അതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത് 1020 രൂപ. ആൻഡ് സിൻസ് ദെൻ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 100-120 രൂപയുടെ നേട്ടം ഓൾറെഡി സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ കറണ്ട് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങണം. സ്റ്റോക്കിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ വർഷം ഇൻ ദ നെക്സ്റ്റ് 6 months അറ്റ്ലീസ്റ്റ് ഒരു 250 മുതൽ 400-450 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ സർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ പെക്സിമോൾ ചോദിച്ചിരിക്കുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. ഓഹരിയിൽ വെള്ളിയാഴ്ച 3% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 374.85, അതായത് ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ആഴ്ച ക്രിയേറ്റ് ചെയ്യാനും ജിയോ ഫിന്നിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ഓക്കെ, സോ ജയ്കോർപ്പിന്റെ ഡേറ്റ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ജയ്കോർപ്പിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3-4 മാസത്തിനിടെ ശക്തമായിട്ടൊരു കറക്ഷൻ നടന്നിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ആദ്യം തന്നെ കംഫർട്ടബിൾ ആകണം. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 323 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 323 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ്. അങ്ങനെ ഷോർട്ട് ടേം ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് 40 മുതൽ 60 രൂപയുടെ നേട്ടം അടുത്ത 2-3 മാസത്തിനിടെ എക്സ്പെക്ട് ചെയ്യാം. ജിയോഫിന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും അഗൈൻ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി എനിക്കൊരു ലോങ് പൊസിഷൻ ഉണ്ട് ആൻഡ് ഐ എം വെരി ബുള്ളിഷ് ഓൺ ജിയോ ഫൈനാൻഷ്യൽസ്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ
ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. ആൻഡ് ഈ സ്റ്റോക്കിൽ മൈ എക്സ്പെക്ടേഷൻ ഒരു 40-45 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടു മീഡിയം ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനൊപ്പം തന്നെ നെബു എന്ന പ്രേക്ഷകൻ ഭജേരിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 4% നേട്ടത്തിൽ 172.65 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 28 രേഖപ്പെടുത്തിയ 204.85 ഭജേരിയ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? അല്ല, എനിക്ക് കമ്പനിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരൂ. Yes, sir. BHAGERIA. സോ ബഗേറിയ വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല, ഒത്തിരി ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കാണുന്നത് 190 രൂപയിലാണ്. 190 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് മീഡിയം ടേം ബുള്ളിഷായി മാറും. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കാര്യം ഇതിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇത് വിറ്റ് മാറാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാം അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് പ്രസന്റ് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.